അസ്സലാമലൈക്കും. ഹായ്, നമസ്കാരം. റിയൽ ഹോമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മഴക്കാലമായാൽ ഈച്ച ശല്യം, അതുപോലെ കണ്ണീച്ച, ഫ്രൂട്ട് ഫ്ലൈ ഇല്ലേ, തക്കാളിയിൽ വരെ വന്നിരിക്കുന്ന ചെറിയൊരു തരം പ്രാണിയുണ്ട്. അതിനെയൊക്കെ നമുക്ക് അകറ്റി നിർത്താനുള്ള ചില ടിപ്സും, അതുപോലെ വെളിച്ചെണ്ണ മഴക്കാലമാകുമ്പോൾ കാറും അല്ലേ, കേടായി തുടങ്ങും. അത് കുറച്ച് കാലം കൂടി നല്ല രീതിയിലിരിക്കാനുള്ള ചില വഴികളും, പിന്നെ ഇങ്ങനെ നമ്മൾ പൊട്ടിച്ച കവറ് തുറന്ന് വെച്ചാൽ ചിലപ്പം മറിഞ്ഞ് വീണിട്ട് അവിടെയൊക്കെ പൊടിയും അല്ലെങ്കിൽ റവയൊക്കെ ആണെങ്കിൽ അതെല്ലാം തൂകിപ്പോവും. അത് തൂകാതെ നല്ല രീതിയിൽ എടുക്കാനുള്ള ചില വഴികളുമാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. നമ്മൾ ഇങ്ങനത്തെ കവറിൽ നിന്ന് ആവശ്യമുള്ളത് എടുത്തു കഴിഞ്ഞിട്ട് ബാക്കി വെച്ചാൽ അത് ചിലപ്പോൾ മറിഞ്ഞ് വീണ് മുഴുവനും വൃത്തികേടാവും. അങ്ങനെ ആവാതിരിക്കാനും അത് നല്ല രീതിയിൽ എടുക്കാനുള്ള ഒരു വിദ്യയാണ് ഇവിടെ കാണിക്കുന്നത്. അതിന് നമുക്കൊരു പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിലാണ് ആവശ്യം. അതിൻ്റെ ഈ കഴുത്ത് ഭാഗം ഒന്ന് വെട്ടി എടുക്കാം. അല്ലെങ്കിൽ നമുക്ക് ഈ കത്തിയൊക്കെ ചൂടാക്കിയിട്ട് നന്നായിട്ട് സ്റ്റൗവിൽ ചൂടാക്കിയിട്ട് പതുക്കെ ഇങ്ങനെ വെച്ച് കൊടുത്താൽ ഉരുകിയിട്ട് വേറെ വേറെ ആയി കിട്ടും. പ്ലാസ്റ്റിക് അല്ലേ, പെട്ടെന്ന് മാറ്റി കിട്ടും. അപ്പോൾ നമുക്ക് ഈ കഴുത്തിൻ്റെ ഭാഗമാണ് നമുക്ക് ഈ വെട്ടിയതിൻ്റെ ഉള്ളിലൂടെ പതുക്കെ ഇറക്കി കൊടുക്കാം. എന്നിട്ട് ആ വെട്ടിയ ഭാഗമൊക്കെ ഒന്ന് ഇങ്ങനെ കൂട്ടി പിടിച്ചിട്ട് അവിടെ ഒരു റബ്ബർ ബാൻഡ് ഇല്ലേ, റബ്ബർ ബാൻഡ്, സാധാരണ റബ്ബർ ബാൻഡ് ഒന്ന് നല്ല രീതിയിൽ ഇട്ട് കൊടുക്കാം. ആട്ട പുറത്തേക്ക് വരാത്ത വിധത്തിലൊന്ന് ഇട്ട് കൊടുക്കാം. കണ്ടില്ലേ, ഇങ്ങനെ ഇട്ട് കൊടുക്കാം. ആ മൂടി അങ്ങനെ വേണം കേട്ടോ. കണ്ടു, ഇപ്പോൾ ഒന്നും പുറത്തേക്ക് വരുന്നില്ല. നമുക്ക് ഈ മൂടി ഇങ്ങനെ തുറന്നിട്ട് ആവശ്യമുള്ളപ്പോൾ പാത്രത്തിലേക്ക് ഇങ്ങനെ ഇടാനും പറ്റും. കണ്ടില്ലേ, ഇങ്ങനെ ആവശ്യത്തിന് എടുത്തു കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് സാധാരണ രീതിയിൽ ഷെൽഫിൽ എവിടെയെങ്കിലും എടുത്ത് വെക്കുകയും ചെയ്യാം. വേറെ കണ്ടെയ്നറൊന്നും ആവശ്യമില്ല, ഇങ്ങനെ നമുക്ക് സൂക്ഷിച്ച് വെക്കാം. ഇതൊരു നല്ലൊരു ഐഡിയ അല്ലേ? നിങ്ങളെല്ലാവരും അഭിപ്രായങ്ങൾ അറിയിക്കണം കേട്ടോ. അടുത്ത ടിപ്സ് എന്താണെന്ന് നോക്കാം. വെളിച്ചെണ്ണ പെട്ടെന്ന് കാറും ഇല്ലേ, പ്രത്യേകിച്ച് മഴക്കാലമൊക്കെ ആകുമ്പോൾ. അപ്പോൾ നമ്മളത് സൂക്ഷിച്ച് വെക്കാൻ പല രീതിയിലും സൂക്ഷിച്ച് വെക്കാൻ നോക്കാറുണ്ട്. ചിലർ കല്ലുപ്പിടും, മറ്റു ചിലർ മഞ്ഞളുടെ കഷ്ണങ്ങൾ ഇട്ട് വെക്കാറുണ്ട്. നമ്മളിവിടെ ചെയ്യുന്നത് കുരുമുളക് ഇട്ടാൽ ഒത്തിരി കാലം, വർഷങ്ങളോളം കേടാകാതെ അങ്ങനെ തന്നെ ഇരിക്കും. അതുപോലെ ശർക്കരയില്ലേ, വെല്ലം എന്ന് പറയുന്ന വെല്ലത്തിൻ്റെ കഷ്ണമോ പൊടിയോ എന്തെങ്കിലും അതിലേക്ക് ഇട്ട് കൊടുത്താൽ അതും വളരെ കാലം വെളിച്ചെണ്ണയെ കേടാക്കാതെ സൂക്ഷിച്ച് വെക്കും. ഒന്ന് ട്രൈ ചെയ്യണേ. പീർക്കയും കണ്ണീച്ചൊന്നും ഇല്ലാത്ത ഒരു വീടുണ്ടാവില്ല എന്ന് തോന്നുന്നു. അപ്പോൾ അവരെ എങ്ങനെ ഓടിക്കാം, അകറ്റി നിർത്താം എന്നാണ് നമ്മൾ അടുത്ത ടിപ്സിലൂടെ കാണുന്നത്. കണ്ടില്ലേ, പീർക്ക നമ്മുടെ വാഷിംഗ് മെഷീൻ്റെ മേലെ പോലെ ഇരിക്കുന്നുണ്ട്. അവർ ഇരുന്ന ഭാഗത്തൊക്കെ പിന്നെ ഒരു കറുത്ത കളറും വരും. അപ്പോൾ കണ്ടില്ലേ, എല്ലാ സ്ഥലത്തും ഉണ്ട്. അത് പെട്ടെന്നാണ് വരിക, എവിടുന്നാന്നറിയില്ല. നമുക്കതിന് എളുപ്പത്തിൽ മാറ്റാൻ പറ്റുക കുറച്ച് ഡെറ്റോള്, ഒരു ഹാഫ് ഗ്ലാസ് വെള്ളം മതി. അതിലേക്ക് ഒരു 2-3 ടേബിൾ സ്പൂണ് ഡെറ്റോൾ ഒഴിച്ചിട്ട്, ആ ഡെറ്റോള് ഒന്നുകിൽ നിങ്ങൾക്ക് സ്പ്രേ ബോട്ടിലാക്കിയിട്ട് സ്പ്രേ ചെയ്യാം, അല്ലെങ്കിൽ ഇങ്ങനെ സ്പോഞ്ചിൽ മുക്കി പിഴിഞ്ഞിട്ട് അതുകൊണ്ട് എവിടെയൊക്കെയാണ് ഇതിരിക്കുന്നത് അവിടെയൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് തുടച്ചു കൊടുക്കുക. എന്നിട്ട് അത് വിട്ടു നോക്കുക. അവിടെ പിന്നെ അവർ ഇരിക്കില്ല. എന്താ മണമൊന്നും ഇഷ്ടമില്ലായിരിക്കുമല്ലോ. പീർക്ക മാത്രമല്ല, ഈച്ച വരെ ഇരിക്കില്ല. നമുക്ക് ആ ബാക്കിയുള്ള ഡെറ്റോൾ വെള്ളം വേണമെങ്കിൽ കൗണ്ടർ ടോപ്പിലോ അല്ലെങ്കിൽ ടേബിളില്ലേ, നമ്മൾ ഭക്ഷണം കഴിക്കാനിരിക്കുന്ന ടേബിളിലൊക്കെ ഈച്ച വന്നിരിക്കാം. അപ്പോൾ അത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ ഡെറ്റോളിൻ്റെ വാട്ടർ നമുക്ക് തുടച്ച് വിട്ടാൽ മതി. രാത്രി നമ്മൾ കിടക്കുന്നതിൻ്റെ മുമ്പ് ഒന്ന് തുടച്ച് വിട്ടാൽ അവിടെ പിന്നെ ഇരിക്കില്ല. കണ്ടില്ല, ഇപ്പോൾ അവിടെ ഒന്നും ഇവരില്ല കേട്ടോ. സ്ഥലം മാറിയിരിക്കാൻ തോന്നുന്നു. കണ്ടോ, ഈ ബാസ്ക്കറ്റിൻ്റെ മേലെയാണിപ്പോൾ. അപ്പോൾ നമ്മൾ അവിടെ ഒന്ന് തുടച്ച് കൊടുക്കുകയാണ്. ഇത് എല്ലാ ദിവസവും ചെയ്യേണ്ടി വരും. കാരണം അവർ ഒരു ഭാഗത്തു നിന്ന് മാറി വേറെ ഭാഗത്തേക്ക് ചാടി ഇരിക്കും. അപ്പോൾ ആ ഭാഗങ്ങളിലൊക്കെ ഇത് തുടച്ച് കൊടുത്താൽ പിന്നെ അവർക്ക് ഇരിക്കാനുള്ള ഒരു സ്ഥലം ഉണ്ടാവില്ല. അതുപോലെ ഫ്രൂട്ട്സൊക്കെ നന്നായിട്ട് നമ്മൾ അടച്ച് വെക്കുക, തക്കാളി ഒന്നും തുറന്ന് വെക്കരുത്. അങ്ങനെ ചില കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ഫ്രൂട്ട് ഫ്ലൈ പിന്നെ നമുക്ക് വീട്ടിൽ നിന്ന് തുരത്തി ഓടിക്കാൻ തന്നെ പറ്റും. കൗണ്ടർ ടോപ്പിലൊക്കെ നമുക്കിതൊന്ന് തുടച്ച് കൊടുക്കാം. എന്നിട്ടും മാറിയില്ലെങ്കിൽ നമുക്ക് നമ്മുടെ വിനാഗിരി ഇല്ലേ, സുർക്ക ഒന്ന് യൂസ് ചെയ്യാം.
പ്രത്യേകം ശ്രദ്ധിക്കണം, സുർക്കയും നമ്മുടെ ഡെറ്റോൾ അതുപോലത്തെ കാര്യങ്ങളൊന്നും മിക്സ് ചെയ്തിട്ട് യൂസ് ചെയ്യാൻ പാടില്ല. പലപ്പോഴും നമ്മൾ വീഡിയോസിലൊക്കെ കാണാറുണ്ട് 2-3 ഐറ്റംസൊക്കെ ഒന്നിച്ചിട്ട് യൂസ് ചെയ്യുന്നത്. അത് പലർക്കും അലർജി ആയിട്ട് അവർക്ക് ചിലപ്പം ശ്വാസതടസ്സമൊക്കെ വരും. അത് സംഭവിക്കാതിരിക്കാനാണ് നമ്മൾ ഒരിക്കലും അങ്ങനെ മിക്സ് ചെയ്ത് ഉപയോഗിച്ചുകൂടാ. എല്ലാം ഒന്ന് തുടച്ച് കഴിഞ്ഞ് അല്ലെങ്കിൽ ഒന്ന് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് അടുത്തത് യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ വിനാഗിരിയാണ് തുടച്ച് കൊടുക്കുന്നത്. വിനാഗിരി കൊണ്ട് 2 കാര്യമുണ്ട്. ഒന്ന് പിറുക്കകളെ ഈച്ചകളെയൊക്കെ ഓടിക്കുകയും ചെയ്യാം, തന്നെയുമല്ല എല്ലാം നന്നായിട്ട് ഷൈൻ ചെയ്യുകയും ചെയ്യും. കണ്ടില്ലേ, എല്ലാം നന്നായിട്ട് തിളങ്ങുന്നുണ്ട്. പിന്നെ നമ്മൾ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒട്ടിച്ചൊക്കെ കൊണ്ടുവന്നതിൻ്റെ ആ പാട് ഗം അവിടെ ഇപ്പോഴും ഉണ്ട്, ശരിക്കും പോയിട്ടില്ല. അത് പോവാൻ ഒന്നുകിൽ വിനാഗിരി ജസ്റ്റ് തേച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് ഒന്ന് തുടച്ചെടുക്കാം. അപ്പോൾ അത് അങ്ങോട്ട് ഇളകി പോകും. കണ്ടോ, ഇപ്പോഴേ ഇളകുന്നുണ്ട്, നന്നായിട്ട് ഇളകി പോയിട്ടുണ്ട്. നോക്കൂ, നല്ല ഷൈൻ വന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ ഈ വീഡിയോ കാണിച്ച 3 ടിപ്സും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ലൈക്സായും കമൻസായും ഒക്കെ തരണം. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബിനോടൊപ്പം ബെല്ലൈക്കണും ഓൾ എന്ന ഓപ്ഷനും കൂടി സെലക്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ വരേക്കും അസ്സലാമലൈക്കും, ബായ്, നമസ്കാരം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.